നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പണവും സ്വത്തുക്കളും സ്വന്തമാക്കുന്നതിനേക്കാൾ വലിയ ജീവിത സന്തോഷങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യില്ലെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഏട്ടാ, അച്ഛനെന്തിനാ ഇങ്ങനെ ഒരു വിഷയം എടുത്തിട്ടത്? അച്ഛൻ എന്ത് തീരുമാനിച്ചാലും എനിക്ക് ഒരു എതിരഭിപ്രായവും ഇല്ല. അപ്പൊ എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ഇയാള് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുക. അച്ഛന്റെ ഈ തീരുമാനം എനിക്ക് വേണ്ടിയാണെന്നും അയാൾക്ക് മനസ്സിലായി. എന്നിട്ടും അയാൾക്ക് ഒരു പേടിയില്ല. സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും വലിയ ജീവിത സന്തോഷങ്ങൾ വേറെ ഉണ്ട് പോലും. അതെന്താണെന്ന് എനിക്കറിയാം. തീർത്തു കൊടുക്കാൻ ഞാൻ അയാളുടെ സന്തോഷങ്ങൾ. മോളെ, ഞാൻ പറഞ്ഞത് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലേ? എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ അച്ഛാ. ഞാൻ മനസ്സിലുദ്ദേശിച്ചതല്ല അവർ മനസ്സിലാക്കിയത്. ഞാൻ അച്ഛന് മരുന്നെടുത്തിട്ട് വരാം. നിൽക്ക്, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. മാഷ് വിളിച്ചായിരുന്നു. മോളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ മുറിയിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കാം. എന്താ അച്ഛാ, അവിടെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അവര് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടെ ചിലപ്പോ കുടുംബ ജോത്സ്യനും കാണും. എന്താ അച്ഛാ പ്രത്യേകിച്ച്? അല്ല, ജോത്സ്യരെയും കൊണ്ടുവരുന്നോന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനെ കുറിച്ച് അറിയാൻ അച്ഛനും അമ്മയും കൂടി ജോത്സ്യന്റെ അടുത്ത് പോയിരുന്നു. നക്ഷത്ര ഗുണമുള്ള നല്ല കുട്ടികൾ ജനിക്കാൻ ദൈവാധീനം കൂടി വേണം. അതേക്കുറിച്ച് നോക്കാനാ ജോത്സ്യനെ കാണാൻ പോയത്. എന്നിട്ട് ജോത്സ്യരെന്താ പറഞ്ഞേ? ഇവിടെ ചില പൂജകൾ നിങ്ങൾക്ക് വേണ്ടി നടത്തേണ്ടതുണ്ട് എന്നാണ് പ്രശ്നത്തെ കണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആൺകുഞ്ഞിനെ തന്നെ കിട്ടുമെന്ന പ്രശ്നവതിയിൽ കണ്ടതെന്നാ മാഷ് പറഞ്ഞത്. അതിന് ആൺകുട്ടി വേണമെന്നോ പെൺകുട്ടി വേണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ട്രീറ്റ്മെന്റ് നടക്കുന്നല്ലേ ഉള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അങ്ങനെ സംഭവിക്കട്ടെ. അതില് കവിഞ്ഞൊരാഗ്രഹവും ഞങ്ങൾക്കില്ലച്ച. അതൊക്കെ ശരി തന്നെ എന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നതിൽ തെറ്റില്ലല്ലോ. ഓഹോ, അപ്പൊ ഇനി കുഞ്ഞിന്റെ പേരും പറഞ്ഞ് പൂജയും മന്ത്രവാദവും ഒക്കെ നടത്താനാണ് ഇവരുടെ അടുത്ത പരിപാടി. എന്തായാലും നാളെ ആ പൂജ നടക്കട്ടെ. ജ്യോത്സ്യം പറഞ്ഞ പോലെ മോൾക്കും സച്ചിക്കും ഒരു ആൺകുഞ്ഞ് തന്നെ ജനിക്കും. ആ കുഞ്ഞിനെ കാണാനാ ഞാൻ കാത്തിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.